അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നല്ല വേവുള്ള അരി കൊണ്ട് കപ്സ വെക്കുന്നതാണ്. അടിപൊളി ടേസ്റ്റോടെ തന്നെ വയറിനൊരു അസ്വസ്ഥതയുമില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ എണ്ണ കുറവാക്കി വേവിച്ചെടുക്കുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവണമെന്ന് ലൈക്ക് ചെയ്യണേ. വളരെ സിമ്പിളായി നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. നമ്മൾ വേവിച്ചെടുക്കുന്ന ചോറിൻ്റെ അതേ അരി വെച്ചിട്ട് നല്ല ചിക്കൻ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റോടെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. എൻ്റെ വീഡിയോക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറയാം. നിങ്ങൾക്കെല്ലാവർക്കും നമ്മളെല്ലാവരും കപ്സ വെക്കുന്നവരാണ്. ഇതിലൊരു മസാലയും കൂട്ടാതെ നല്ല അടിപൊളി ടേസ്റ്റോടെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറ് അടുപ്പിൽ വെച്ചു. നമുക്ക് നല്ല വേവുള്ള അരിയാണെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തുന്നത് നല്ലതാണ്, ഒരു അരമണിക്കൂർ നേരം. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയുള്ളി, നല്ല വലുത് വേണ്ട, ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് വാടിയാൽ മതി, നല്ല പോലെ മുരിഞ്ഞൊന്നും കിട്ടണ്ട. ഒന്ന് ഏകദേശം വാടിയതിന് ശേഷം മറ്റു മസാലകളൊക്കെ ചേർത്തി കൊടുക്കുക. ഞാനിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ കപ്സ ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ചിലർ പറയും, പക്ഷേ അല്ല, ഞാൻ നമ്മുടെ വീട്ടിൽ ആട്ടിക്കൊടുന്ന വെളിച്ചെണ്ണ കൊണ്ട് തന്നെ നമുക്കുണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. ഇത് വലിയ ഒരു തക്കാളിയും 2-3 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ചതച്ച ഒരു ടീസ്പൂൺ കേട്ടോ. ഞാൻ വളരെ സിമ്പിളായി ചെയ്ത് കാണിക്കുകയാണ്, കുറേ വീഡിയോസ് നീട്ടിക്കൊണ്ട് പോകണ്ടായിരുന്നിട്ട്. ഇതെല്ലാം നമ്മൾ ഈ എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ കുറേ മസാലകളൊന്നും ഞാൻ ചേർത്തൊന്നുമില്ല. ഇങ്ങനെ വേവിച്ചെടുത്താൽ നമ്മുടെ മക്കൾക്കും നമുക്കും മടുപ്പില്ലാതെ എത്ര വേണമെങ്കിലും കഴിക്കാൻ കഴിയും, വയറ് നിറച്ച് കഴിക്കാം. അപ്പോൾ ഇത് ഞാൻ 2.5 ഗ്ലാസ് ചാക്കരിയും 1/2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അരിയൊക്കെ ബീഫ് ചിക്കനൊക്കെ കൂടുതലുണ്ടെങ്കിൽ എല്ലാം കൂട്ടിയെടുക്കണം. ഇതിലേക്ക് 2 മാഗി ക്യൂബിൻ്റെ 2 പീസ് ഉണ്ടല്ലോ, ഒന്ന് തന്നെ 2 പീസ്, ആ പീസ് 2 പൊടിച്ചതാണ് ഞാൻ ഇതിലേക്കിട്ട് അതൊന്ന് പൊടിച്ചതിൽ എണ്ണയിലൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറേ ചേരുവകൾ, കപ്സപ്പൊടി, മന്തിപ്പൊടി, അങ്ങനെ കുറേ പൊടികളൊന്നും ഇതിലേക്ക് ചേർത്താതെ ഇരുന്നാൽ വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, 3 പട്ട. ഇത് ഒരു 3 ചെറിയ പീസുകളാക്കി ഇതും ഇതിലേക്ക് കൊടുത്തിട്ട് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് കറക്റ്റ് വെള്ളം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചിക്കനും ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കണം, ഒരു 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ മസാലയൊക്കെ ആ രുചിയൊക്കെ ചോറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അരി എടുക്കുന്നതിൻ്റെ ഡബിൾ വെള്ളം വേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ തേങ്ങാച്ചോറൊക്കെ വെക്കുന്നവരുണ്ടാവുമല്ലോ കുക്കറിൽ, അതിൻ്റെ അളവിനനുസരിച്ച് അരിയുടെ കുറച്ച് മേലെ, കുറേ അരി നമ്മൾ വെറുംചോറ് വെക്കുന്നത് പോലെ വെള്ളം വെക്കരുത്. കറക്റ്റ് അളവായി ഇത് ഒന്ന് തട്ടാതെ വേറിട്ട് കിട്ടണം. അപ്പോഴാണ് ആ അരിക്ക് ചോറിന് നല്ല രുചി ഉണ്ടാകുക. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് തിളച്ചാൽ നമ്മൾ അതിലേക്ക് ആ അരി ഇട്ട് കൊടുക്കുക. ഇനി തിളച്ചിലേ ഇത് കുഴപ്പമൊന്നുമില്ല, എന്ന് തിളപ്പിച്ചാലൊന്ന് നല്ലതാണ്. എന്നിട്ട് ആ അരി അതിലേക്ക് ഇട്ടിട്ട്, കണ്ടോ, ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം കുക്കറിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ മുതിരയും കടലയും ഒക്കെ വെക്കുമ്പോൾ വെള്ളം വെക്കൂലേ, അതുപോലെ ഏകദേശം അത്ര വെള്ളം മതി. ഇത് കറക്റ്റ് അളവായിരിക്കും. ഇത് നമ്മൾ ആ ചോറ് വേവേറാൻ പാടില്ല. ഇത് വേവേറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രുചിക്ക് ഒരു ആകെ കൊഴുപ്പ് പിടിച്ച പോലെയാവും. അപ്പോൾ അരി നല്ലതുപോലെ അരമണിക്കൂർ കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പ് നല്ലപോലെ പോകും. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, മാഗി ക്യൂബിലുണ്ടാവും. പിന്നെ നമുക്ക് ഈ കപ്സൊക്കെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉപ്പ് രുചിയൊക്കെ വേണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ആ ചിക്കനിലൊക്കെ പിടിച്ചെടുക്കും. അപ്പോൾ ഒരു മൂടി വെച്ച് ഒരു വിസിൽ വന്നാൽ നമ്മളൊരു 4-5 വിസിൽ വരുന്നവരെ സിമ്മിലിട്ട് കൊടുക്കണം. ഇതിൽ ചിക്കനിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അതിൽ ആ ചോറിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കനോ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വലിയ ജീരകം, ചെറുള്ളി, വെളുത്തുള്ളി, കോൺഫ്ലവർ എല്ലാം കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണിത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കില്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത വീഡിയോസ് ഇട്ടതാണ്, അതുകൊണ്ട് കാണാൻ എല്ലാവർക്കും ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ മസാല ചേർത്തത് പറഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതും ആ കപ്സയുടെ ചോറും നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാരം.
ഒരു വിസിൽ വന്ന് 4 വിസിൽ വരുന്ന സമയം വരെ ഞാനൊന്ന് സിമ്മിലിട്ട് കൊടുത്തു. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കേണ്ടി വരും. കാരണം വേവില്ല അരിയാണ്, നല്ല വേവുള്ള അരിയാണിത്. അതുകൊണ്ടാണ്. വേവില്ലാത്ത അരിയാണെങ്കിൽ 1-2 വിസിൽ വന്നാൽ, നിങ്ങൾ ഈ റേഷൻ കടയിലെ അരിയൊക്കെ ഇട്ടാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ 1-2 വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫാക്കണം. നല്ല പോലെ വെള്ളത്തിലിട്ട് അതിൻ്റെ കൊഴുപ്പെല്ലാം കളഞ്ഞിട്ട് വേണം വേവിച്ചെടുക്കാൻ. എന്നാലുള്ളൂ ഈ കപ്സ ചോറ് രസമുണ്ടാവുക. ഇത് ഒന്നിലൊന്നിൽ തട്ടാതെ ഇങ്ങനെ വേറിട്ട് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ നമ്മുടെ കപ്സയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂടി, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് കഴിച്ചാൽ എത്ര കഴിച്ചാലും മടുപ്പില്ല. വയറിനൊരു അസ്വസ്ഥതയോ എണ്ണ അധികം കുത്തുകയോ ഒന്നും ഉണ്ടാവില്ല. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പല ആളുകളും പല രീതിയിലും കപ്സ വെക്കാറുണ്ട്. മസാലകളിട്ട് കപ്സ വെക്കാറുണ്ട്. കപ്സപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കളറിൽ അങ്ങനെ വെക്കാറുണ്ട്. ഇത് നമുക്ക് എത്ര കഴിച്ചാലും മടുപ്പില്ലാത്ത, മസാലകളൊക്കെ കുറച്ച് എണ്ണയ്ക്ക് കുറച്ച് ഒഴിച്ചിട്ട് വെക്കുന്ന കപ്സയാണ്. വെളിച്ചെണ്ണയിൽ വെക്കാം, ഒരു കുഴപ്പമില്ല. വെളിച്ചെണ്ണയുടെ കുത്തൊന്നും അറിയില്ല. ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ച് കൊടുക്കുക. കുറേ എണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങാണ്ട് ടേസ്റ്റ് കൂട്ടരുത്. അങ്ങനെ എല്ലാം ഒരു പാകത്തെ ചേരുവയായാൽ നല്ല അടിപൊളി ടേസ്റ്റോടെ നമുക്ക് ഉച്ചക്ക് കഴിക്കാം. കുട്ടികൾക്ക് രാത്രിയിൽ കൊടുക്കുക. വലിയവർക്കൊക്കെ രാത്രിയിൽ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.